എന്നാലും ഒരാൾക്കൊരു ദ്രോഹവും ചെയ്യാത്ത എൻ്റെ മോളോട് അവനിങ്ങനെ ചെയ്തല്ല പോലെ. അതിന് നീ വിഷമിക്കണം എന്തിനാണ്? നിന്റെ ഭാഗത്തൊരു തെറ്റൂല. ആ വൃത്തിയായിട്ടവരുടെ കൂടി ജീവിക്കാണ്ടിരിക്കാനാണ് നല്ലത്. അതിനിപ്പോ നമുക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണത് തന്നെയല്ലേ നല്ലത്. അതിനെന്തിനാണ് മേടിക്കരുത്? ഞാനുണ്ട് നിന്നെ നോക്കാനായിട്ട്, പിന്നെ എന്റെ ഭാര്യ ജോലിക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ നിന്നെ പൊന്നുപോലെ നോക്കാല്ല. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടവന്റെ കൂടെ ജീവിക്കാതെ ഇറങ്ങി പോകുന്നത് നല്ല തീരുമാനമാണ്. അത് നീ ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാണ്? ചേട്ടനില്ലേ കൂടെ? വിഷമിക്കണ്ട കേട്ടാ. അമ്മയും ഇങ്ങനെ കരഞ്ഞി അവളെ വിഷമിപ്പിക്കല്ലേ. എല്ലാം ശരിയാവും. ഇതിപ്പോ ആദ്യമായിട്ട് ദിവസമായി വരുന്നത് ഇവളൊന്നുമല്ലല്ലോ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാനൊക്കെ ഇല്ലേ ഇവിടെ. അവള് വിഷമിക്കേണ്ട ഒരവസ്ഥ വരൂല. എന്തായാലും ഞാനൊക്കെ ഇല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. അത് കുറച്ച് അത്യാവശ്യം എന്താണല്ലോ, ഒന്ന് വേഗം നോക്കിയിട്ടൊന്ന് പറയണം. ദിവ്യ അർജന്റ് ആയതുകൊണ്ട് അടുത്ത ഞാൻ വിളിക്കാം. എന്താണ് ചേച്ചി? അല്ല, ഫ്രിഡ്ജിന്റെ മുകളിലേ 2 ഏത്തപ്പഴം വെച്ചിരുന്നേ ചേച്ചി. ഇപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ഒരെണ്ണമില്ല. ഒരെണ്ണം ദിവ്യാണ് എടുത്തത്. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്നത് ഞാൻ എടുത്ത്. അത് രാവിലെ നിങ്ങൾ കുട്ടീൻ്റെ ഒപ്പം വെച്ചിട്ട് കറി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തീർന്നായിരുന്നു. പിന്നെ നോക്കിയപ്പോ പഴം 2 വെക്കണം. അപ്പൊ അതിൽ ഒരു പഴം എടുത്തു. എന്താണ് എടുക്കുമ്പോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? മോശമല്ലേ ചോദിക്കാണ്ടൊക്കെ എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദിവ്യയുടെ ദിവസമായ കെട്ടിയാരനോടെ കൊണ്ടൊന്ന് പൈസ ഒന്നും തന്നെ ഒന്നുമില്ലല്ല. ഞാനും ചേട്ടനും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതല്ലേ. അമ്മയും ജോലിക്ക് പോകണം. അപ്പ നിൽക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? കഷ്ടപ്പെട്ട് ജോലി എടുക്കണവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ ദിവ്യ? അയ്യോ, ഞാനത് അങ്ങനെ വിചാരിച്ചില്ലട്ടാ. കുട്ടീന് കറിയൊന്നും ഇല്ലാണ്ടായപ്പോ ഞാൻ എടുത്തതാണ്. ഇനി ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ലട്ടാ. വെറുതെ ഇങ്ങനെ തിന്നുമ്പോ എത്രത്തോളം എന്തോരളവ് പോണുണ്ടെന്ന് അറിയില്ല. പണി എടുക്കണത് ഞാനും ചേട്ടനുമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി എടുക്കൂലേ ചേച്ചി? ഞാൻ അറിയാണ്ട് കാറ് തീർന്നാരണം ഞാൻ അങ്ങനെ എടുത്തു പോയതാണ്. ഇനി എടുക്കൂല. ഇവരൊക്കെ ഇങ്ങനെ മാറുമെന്ന് അമ്മ വിചാരിച്ചില്ല മോളെ. ഇല്ലായിരുന്നെങ്കിൽ മോള് വന്നപ്പോൾ തന്നെ ഞാൻ മോളെ കൊണ്ട് എങ്ങാടെങ്കിലും പോയി മാറി താമസിച്ചു. കുറ്റം പറയാൻ പറ്റൂലമ്മേ. ആർക്കാണെങ്കിലും ഞാനൊരു ഭാരം ഒരിക്കോളൂ. കയ്യിൽ പൈസയുമില്ല. എന്തെങ്കിലും ഒരു ജോലി പുറത്തെവിടെയെങ്കിലും ശരിയാവുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ നിന്ന് ഞാൻ ജോലി ചെയ്താൽ ഇവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതും ശരിയാണ്. ഇവിടെ ഞാൻ നിന്ന് ജോലി ചെയ്താലും അമ്മ അത് ശരിയാവില്ല. പ്രശ്നങ്ങൾ തന്നെ ഇരിക്കുള്ളൂ. മോളെ എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കും. അമ്മ വരാം മോളുടെ കൂടെ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാം. ഇങ്ങനെ ആറ്റത്തുപ്പും അവഗണനയും കേട്ട് എൻ്റെ മോൾ കിടക്കണ്ടല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവർക്ക് ഭാരം വേണ്ട എങ്ങാടെങ്കിലും പോവായിരുന്നു.
ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല. നോക്കട്ടെ, പുറത്തെവിടെയെങ്കിലും ശരിയായില്ലെങ്കിൽ ഇവിടെ തന്നെ. എന്തായാലും പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നാണം കെട്ട് അടുത്ത്. ആ, മോള് വന്നാ? ചായ എടുക്കാം. ആ, നീ എവിടെ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് ഏട്ടാ? എന്താണ്? നീ ആ കൊച്ചു വന്ന് കയറിയല്ലോ, അപ്പോഴേക്കും തുടങ്ങാൻ പോവേണ? എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം പറയണ്ടേ? കുറേ നേരം കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. അത് കുഴപ്പമില്ല, ഏട്ടൻ പറഞ്ഞു. എന്താണ്? അതായത് മോളെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. 2500 വേണം വന്നേക്കാം. ഇത് ചേട്ടനെ കൊണ്ട് ഒറ്റക്ക് അടക്കാൻ പറ്റൂല. ഇത്രയും ദിവസം നിനക്ക് ജോലി ഇല്ലാതിരുന്നത് കൊണ്ട് വേറെ ഒന്നും ഇണ്ടാൻ പറ്റൂല. അതെനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പകുതി തന്നെ, 2500 പകുതി തന്നാലാണ് കറണ്ട് ബില്ല് അടക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാനും ഈക്വലായിട്ട് എടുത്താലാണല്ലോ ഇനി ഞങ്ങളുടെ മുമ്പോട്ട് പോകുള്ളൂ. എല്ലാരും കൂടെ എന്റെ പെടലിലോട്ട് വെച്ച് കഴിഞ്ഞാല് ശരിയാവില്ല. 2500 ഇവിടെ പകുതിയാ? അല്ലേട്ടാ, ഞാനും അമ്മയും കൂടി ഒരുമിച്ചല്ല കിടക്കണേ. ഫാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കണുള്ളൂ. പിന്നെ പകലിപ്പം ഞാൻ ജോലിക്ക് പോകണമെന്ന് ഞാനിവിടെ ഇല്ല. നിങ്ങളുടെ മുറിയിലല്ലേ AC ഉള്ളത്. ഞാൻ 2500 തന്നെ എന്തിനാണ്? 500 രൂപ തന്നാ പോരെ? അതെന്ത് വർത്താനാണ് ദിവ്യ പറയണത്? AC ഞങ്ങളുടെ റൂമിൽ മാത്രമാണ്. AC മാത്രമാണ് കറണ്ട് ബില്ല് ആവണത്. ഫാനൊക്കെ ഇട്ടുണ്ടല്ലേ കിടക്കണത്. കറണ്ട് അങ്ങനെ ഒരാളെ മാത്രം ഒന്ന് ഉപയോഗിച്ചിട്ടൊന്നല്ല ഇത്രയും രൂപയുടെ ബില്ല് വന്നേക്കണത്. AC ഞങ്ങളുടെ റൂമിലാണ്. ഞങ്ങളങ്ങനെ AC ഒന്നും അധികം ഇട്ട് കിടക്കാറൊന്നുമില്ല. ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ലട്ടാ. എനിക്ക് എത്ര ശമ്പളമൊന്നും ആയി തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ കയറിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. പുറത്തെവിടെയെങ്കിലും ജോലി നോക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ശരിയായില്ല. അതാണ് പിന്നെ ഇവിടെ തന്നെ. അപ്പം ഇത്രയും രൂപയൊക്കെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ, അല്ലാണ്ട് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ലേട്ടാ. നിന്നോട് പുറത്ത് നിന്ന് ജോലി ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് പോകാം. പക്ഷെ പോണവരെ ഇവിടുത്തെ ചെലവുകളൊക്കെ നമുക്ക് തുല്യമായിട്ട് എടുക്കണം. കാരണ്ടാശിന്റെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് അതെന്താന്ന് വെച്ചാൽ ചെയ്യണം കേട്ടാ. എന്തായാലും പകുതി, അതിനൊരു മാറ്റമില്ല കേട്ടാ. ഏടാ, അവൾക്ക് അതിന് ഇത്ര പേർക്ക് ശമ്പളമായിട്ട് ഉണ്ടാ? നിനക്ക് ശമ്പളമൊക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ കറണ്ട് കാശ് അവളുടെ അടുത്ത് ചോദിക്കണത്? നീ പൊന്നുപോലെ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ അങ്ങനെയൊന്നുമല്ലല്ലോ ചെയ്യണത്. ഞാൻ തന്നേക്കാം. ഞാൻ നാളെ തരേട്ടാ. നാളെ തരാം. ആ, ആയിക്കോട്ടെ. എന്നാലും ഇത്രയും സംഭവം ഉണ്ടായിട്ട് നിങ്ങളാരും ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞങ്ങളങ്ങനെ അധികാരോടും പറഞ്ഞില്ല. പറയാൻ പറ്റിയ സന്തോഷമുള്ള കാര്യമൊന്നും അല്ലല്ലോ. എൻ്റെ മോക്കിങ്ങനെ സംഭവിച്ച് അത് നമ്മളിത് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാന്നല്ലാണ്ട് പുറത്തോട്ട് ആരോടും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആൻറ്റി എന്താണ് ഈ പറയണത്? ഇനി നാട്ടുകാരും കൂടി അറിഞ്ഞിട്ട് വേണം നമുക്കുള്ള സമാധാനം കൂടി പോകാൻ. തലയിൽ തുണിയിട്ട് കിടക്കേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ ഈ കുരിശ് നമ്മ മാത്രം ചുമന്നാൽ മതിയല്ല. അതെന്താണ് സിമി അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരാപത്തൊന്നും നിൽക്കുമ്പോൾ അത് നമ്മുടെ കൂടി വിഷമല്ലേ? അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? കെട്ടിച്ചിട്ട് കഴിഞ്ഞാല് അവിടെ പോയിട്ട് നല്ലോണം ജീവിക്കണം. കെട്ടിയാണ്ടമ്മ കെട്ടിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നിൽക്കേണ്ടി വരും. എല്ലാ പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ് അങ്ങനെ പറയണത്?
ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. അവനത്ര നല്ല സ്വഭാവം വരുന്നില്ല. കുടിയും കൂട്ടുകെട്ടും കുടുംബം ഒന്നും നോക്കണുണ്ടായിരുന്നില്ല. എപ്പോഴും തല്ലിയൊക്കെ ചെയ്യുമായിരുന്നു. അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് അവൾ അങ്ങനെ പോകുന്നത്. എല്ലാവർക്കും ഒരുപോലെ നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടണമെന്നില്ലല്ലോ. എൻ്റെ മോളുടെ ഭാഗ്യക്കേടിന് അവൾക്കിങ്ങനെയായി. എന്ത് വർത്താനോടാ പറയണത്? അത്രയും സഹിക്കാൻ പറ്റാതിട്ടായിരിക്കുമല്ലോ കൊച്ചിറങ്ങി വന്നത്. ഇങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെ പറയാം. കുറച്ച് ദിവസമൊക്കെ കേൾക്കാനൊരു രസമുണ്ടാവും. പിന്നെ നമ്മി ചെലവ് മുഴുവൻ നോക്കണോ? നിസാര പൈസ കൊടുത്താണ് കെട്ടിച്ചു വിട്ടത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഒരു ദിവസം 2 ദിവസമൊക്കെ നോക്കാം. അത് കഴിഞ്ഞ പിന്നെ എത്ര നാളെ കിട്ടാനുള്ള ജോലിക്ക് തന്നെ പോയി തുടങ്ങിയത്. ആ ചെലവ് മൊത്തം ഞാനാണ് നോക്കിയിരുന്ന വെച്ചത്. അത് കൊള്ളാം. സ്വന്തം വീട്ടില് പെങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അവിടെ ചെലവാണ് പൈസയുടെ കണക്കാണ് പറയണത്. അവൾ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ കണക്കല്ല നീ പറയണത്. അത് കൊള്ളാം മോനെ, എനിക്കിഷ്ടപ്പെട്ട്. ചിലരങ്ങനെയാണ് ചേച്ചി. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നവർ ഉണ്ടാവൂല. ഇതുപോലെയൊക്കെ പറയും. കേട്ട് കയറി ചെല്ലണ വീഴാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മളത് സഹിച്ചു ക്ഷമിച്ചൊക്കെ നിൽക്കണം. ഓടി ഇങ്ങാട് പോരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. അതിൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പറയണത് ശരിയാണ് നമ്മളെ. ഇപ്പോൾ മോക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ മോൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് എനിക്ക് ജോലിയില്ലേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയില്ല. ചേട്ടനെ പൊന്നുപോലെ നോക്കണം. പെട്ടെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വരും. അതൊന്നും ഇവരൊന്നും അറിഞ്ഞുകൊണ്ട് വന്നതൊന്നും അല്ല. അത് ഓരോരുത്തരുടെ വിധിയാണ്. മോളുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും മോള് ഇതുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരില്ലേ? വന്നാല് എനിക്ക് ജോലിയില്ലേ, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. ജോലി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവർക്ക് ജോലി ഉണ്ടല്ല. എന്നിട്ട് നിങ്ങളോട് മര്യാദക്കാണ് പെരുമാറുന്നത്. ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്ന് നീ എൻ്റെ വീട്ടിൽ പോയി നിന്നാലും ജോലിയും പൈസയും ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല. ഉള്ളിൽ നിന്ന് വന്നം സ്നേഹം, അത് ഇവനെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുമില്ല. മതി, നിർത്തിക്കോ. ലോകത്ത് ആദ്യമായിട്ട് ദിവസമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കണ ആളെ ഞാനല്ല. എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മ്യൂച്വൽ ഡിവൈസ് ചെയ്ത് ഇവിടെ വന്നു. അന്നൊക്കെ എൻ്റെ ഭാഗത്തൊരു തെറ്റില്ലായിരുന്നു. പോകെ പോകെ ഞാൻ നിങ്ങൾക്കൊരു ഭാരമായപ്പോൾ ഞാൻ ചെയ്യണതെല്ലാം കുറ്റമായി. എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനിവിടെ കടിച്ചു തൂങ്ങി നിന്നു. പുറത്ത് എവിടെയെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ എൻ്റെ കെട്ടും പാണ്ടും കെട്ടുകൊടുത്ത് ഞാൻ പോയേനെ. പക്ഷെ എനിക്കത് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി എന്നും പറഞ്ഞിട്ട് ഇവിടെ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അതിനും വേണ്ടി ഞാൻ അനുഭവിച്ചു. ഓരോ ദിവസം നിങ്ങളെന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. ചേട്ടനായാലും ചേച്ചിയായാലും കുറച്ചെങ്കിലും എന്നോടൊരു സ്നേഹം കാണിച്ചിരുന്നത് എൻ്റെ അമ്മയും. മതി. ഇപ്പം ആൻറ്റി വന്നു. നാളെ ഇനി വേറെ ഓരോരുത്തർ വരുമ്പോഴും ഞാൻ ഈ കുത്തുവാക്ക് കേൾക്കണം. അതിനൊന്നും ഞാൻ നിൽക്കണില്ല. പിന്നെ എന്നെക്കുറിച്ചൊരു സംസാരം ഇതുപോലെ ഇവിടെ ഉണ്ടാകരുത്. മോളവിടെ നിന്നേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഓടിപ്പോകാനല്ല നോക്കേണ്ടത്. ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാനാണ് നോക്കേണ്ടത്. അവനും അവളൊക്കെ അങ്ങനെ കുറേ പറയും. അവർക്ക് അതൊന്നും അനുഭവത്തിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത്. മോക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് പോകണം? മോളെന്തായാലും ഇവിടെ നിന്ന് ജോലി ചെയ്യും. അല്ലെങ്കിൽ ദൂരേക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാൽ പിന്നെ ഇവളുടെ വിഷമം ഞാൻ തന്നെ കാണാൻ നിൽക്കണം. മോളെന്തായാലും ദൂരേക്കൊന്നും ജോലിക്കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുക. എന്തായാലും ഞാനിവിടെ നിന്ന് പോകേണ്ടവൾ തന്നെയല്ലേ ആൻറ്റി. എനിക്ക് ഹൈദരാബാദിലൊരു ജോലി ശരിയായിട്ടുണ്ട്, ഒരു സ്കൂളിലാണ്. എന്തായാലും ഞാൻ പോവുകയാണ്. ഇവിടെ നിന്നാൽ എനിക്ക് ശരിയാവില്ല. എൻ്റെ അമ്മനെ എനിക്ക് എപ്പോഴും വന്ന് കണ്ടാൽ മതിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ദിവസമായി ലോകത്ത് ഏത് പെണ്ണ് സ്വന്തം വീട്ടിൽ വന്ന് നിന്നാലും ഇതുപോലെയൊക്കെ തന്നെ കേൾക്കേണ്ടി വരും.
അതാരുടെയും കുറ്റമല്ല, അതൊരു വിധിയാണ്.